ഗുഡ് മോർണിംഗ് ഡോക്ടർ സ്റ്റോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വലിയ അപകടകാരിയൊന്നും അല്ലെങ്കിലും ഒരു ശല്യക്കാരനാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. യൂറിക് ആസിഡ് എല്ലാവർക്കും അറിയാമായിരിക്കും, എല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ രക്തത്തിലുള്ള ഒരു സാധനമാണ് ഈ യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. അതിൻ്റെ അളവ് കൂടിയാൽ ചില കുഴപ്പങ്ങളുണ്ട്. കിഡ്നിയിൽ കല്ലുകളുണ്ടാവാം, അല്ലെങ്കിൽ ആർത്രൈറ്റിസ് പോലുള്ള നീരുവീക്കങ്ങൾ ഉണ്ടാവാം. ചില ജോയിൻസിൽ അസാധ്യമായ വേദനയുള്ള നീരാണ് അങ്ങനെ വരിക. ഇതൊക്കെയാണ് യൂറിക് ആസിഡിൻ്റെ സാധാരണഗതിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കുഴപ്പങ്ങൾ. കൂടുതൽ കുഴപ്പങ്ങളുണ്ടാകും, വൃക്കപരാജയം പോലുള്ള അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ പോലുള്ള ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ എന്നോടൊപ്പം ഡോക്ടർ ജോർജ് കെ നയനാൻ. അദ്ദേഹം കൊച്ചി ലേക്ക് ഷോർ ആൻഡ് PVS ഹോസ്പിറ്റൽസിലെ സീനിയർ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ്. ഡോക്ടറോട് തന്നെ നമുക്ക് ചോദിക്കാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഡോക്ടർ, ഞാൻ പറഞ്ഞ നമ്മുടെ വിഷയം ഒരു ശല്യക്കാരനാണെന്ന് പറഞ്ഞു, യൂറിക് ആസിഡ്. അത് യൂറിക് ആസിഡ് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. യൂറിക് ആസിഡ് ബ്ലഡിൽ ഉള്ള ഒരു സാധനമാണ്. ഇത് നമ്മുടെ ആഹാരത്തിലുള്ള മാംസം ആണ് മെയിനായിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. പ്യൂറിൻ എന്ന് പറയും, കെമിസ്ട്രി പഠിച്ച് കാണും. അതിൻ്റെ ഒരു എൻ പ്രോഡക്റ്റാണ് യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഒരു പരിധിയിൽ കൂടുമ്പോൾ അത് മൂത്രത്തിലോട്ട് ഫിൽട്ടർ ചെയ്ത് പോകാം, അല്ലെങ്കിൽ ബ്ലഡിലും മൂത്രത്തിലും കൂടുതലായിട്ടുള്ള ആൾക്കാർ കാണാം. അങ്ങനെ 3 തരത്തിലുള്ള യൂറിക് ആസിഡ് കൂടുതലുള്ള രോഗികളെയാണ് ഞങ്ങൾ കാണുന്നത്. ബ്ലഡിൽ മാത്രമുള്ളവർക്ക് ഹൈപ്പർ യൂറിസീമിക് പേഷ്യൻസ് എന്ന് പറയും. മൂത്രത്തിൽ മാത്രമുള്ളവർക്ക് ഹൈപ്പർ യൂറിക്കോ സൂറിക് പേഷ്യൻസ് എന്ന് പറയും. പിന്നെ രണ്ടിൻ്റെയും കൂടെയുള്ള കോമ്പിനേഷൻ. ഇത് വൃക്കയിലൂടെയാണ് ഇത് കൂടുതൽ എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഫിൽറ്ററിന് കേടുപറ്റാം. കല്ലുകൾ അമിതമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് തരികൾ പോലെ ഉണ്ടായി വളർന്ന് ഒരു സ്റ്റോൺസ് ആവാം. ഇങ്ങനെയൊക്കെ പലതരത്തിൽ വൃക്കകളെ ബാധിക്കാം. ഈ യൂറിക് ആസിഡ് ജോയിൻസിൽ പോയി അടിഞ്ഞാൽ അവിടെ വീക്കം ഉണ്ടാക്കി സിവിയർ ആർത്രൈറ്റിസ്, ടെമ്പററി ആയിട്ടുള്ള അക്യൂട്ട് ജോയിൻസിൻ്റെ വേദനയോടുകൂടിയുള്ള ഒരു സ്റ്റേജ് വരാം. അതിന് ആർത്രൈറ്റിസ് എന്ന് പറയും, ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയും. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ. ഈ യൂറിക് ആസിഡ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ സോഴ്സ് കൂടുതലായിട്ട് മാംസാഹാരമാണെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. മാംസാഹാരം, മീനും ഒക്കെ വരുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു കൂടുതലാകുന്നൊരു സാഹചര്യം എന്തുകൊണ്ടാണിത് ബ്ലഡിലോ അല്ലെങ്കിൽ യൂറിനിലോ ഇത് കൂടുതലായി വരുന്ന ആൾക്കാരിൽ? ബ്ലഡിൽ കൂടുതൽ വരുന്നതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ജന്മനാൽ തന്നെ യൂറിക് ആസിഡ് കൂടുതലായിട്ട് കിഡ്നിയിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് റീഅബ്സോർബ് ചെയ്ത് ബ്ലഡിലെ ലെവൽ കൂടുന്നു. അതൊരു ഹെറിഡിറ്ററി ആയിട്ടുള്ള ഈ കൊളസ്ട്രോളൊക്കെ കൂടിയിരിക്കുന്ന പോലുള്ളൊരവസ്ഥ. കിഡ്നിയിലെ ഫിൽട്രേഷനുണ്ട്, റീഅബ്സോർപ്ഷനുണ്ട്, സെക്രീഷനുണ്ട്. അതിൻ്റെ സം ടോട്ടൽ എടുത്തു കഴിയുമ്പോൾ കൂടുതലായിട്ട് റീറ്റെയിൻ ചെയ്യുന്നവരാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഹൈ യൂറിക് ആസിഡ് വരുന്നവർ. രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത് കിഡ്നിക്ക് ഫിൽട്രേഷൻ പ്രോബ്ലം ഉള്ളവർ. കിഡ്നിക്ക് ഫിൽട്രേഷൻ പ്രോബ്ലം വരുന്നത് ക്രോണിക് കിഡ്നി ഡിസീസ്, നമ്മൾ CKD എന്ന് പറയുന്ന പലതരത്തിലുള്ള കിഡ്നിയുടെ അസുഖം, നെഫ്രൈറ്റിസ്, ഡയബറ്റിസ്, അങ്ങനെ തുടങ്ങിയ ഏത് കിഡ്നിയുടെ പ്രശ്നം വന്നാലും ഫിൽട്രേഷൻ കുറയുമ്പം യൂറിക് ആസിഡും കുറയാതെ ബ്ലഡിൽ വരും. അപ്പോൾ ഇങ്ങനെയുള്ള 2 കാറ്റഗറിക്കാർക്കാണ് പ്രധാനമായിട്ടും ബ്ലഡിൻ്റെ അകത്ത് യൂറിക് ആസിഡ് കൂടുന്നത്. ചില മരുന്നുകൾ നമ്മുടെ യൂറിക് ആസിഡിൻ്റെ എക്സ്ക്രീഷനെ അല്ലെങ്കിൽ ഫിൽട്രേഷനെ തടയും. അങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുന്നവർക്കും കൺകോമിറ്റൻറ്റ് തെറാപ്പിയുള്ള ചില മരുന്നുകളേ ഉള്ളൂ, അത്രമാത്രം കൂടുതലൊന്നുമില്ല. അതൊന്നും അത് കോമൺലി യൂസ് മെഡിസിൻസ് അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാറ്റഗറീസിലാണ് നമുക്ക് ഈ യൂറിക് ആസിഡ് ബ്ലഡിൽ കൂടുന്നത്. ഈ വെള്ളം കുടി, ഒരു പെർട്ടിക്കുലർ ആളിൻ്റെ വെള്ളം കുടിയും യൂറിക് ആസിഡിൻ്റെ കൂടുതലോ കുറവോ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? വെള്ളം കുടി എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കലി നമ്മൾ ഫിസിക്സ് പഠിച്ചു കാണും, സോൾവൻറ്റ്, സൊല്യൂട്ട് ആൻഡ് സൊല്യൂഷൻ. യൂറിക് ആസിഡ് സൊല്യൂട്ട് ആണെങ്കിൽ ആ സോൾവൻ്റ് ഒരു പരിധി വരെ അതിൻ്റെ കോൺസെൻട്രേഷൻ പെർ 100 ml ഡിസൈഡ് ചെയ്യും. ടോട്ടൽ 24 hours സൊല്യൂട്ടിനെ മാറ്റിയില്ലെങ്കിലും നമ്മൾ സൊല്യൂട്ടിൻ്റെ പെർ 100 ml കുറയും. അതുകൊണ്ട് ഇൻ ജനറൽ ഒരു 100 ml യൂറിൻ ഫോർമേഷൻ പെർ അവർ എന്ന് പറഞ്ഞാൽ 2500-2400 cc മൂത്രം പോകുന്നതാണ് ഒരു ഹെൽത്തി കിഡ്നിക്ക് മെഡിക്കലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. അത്രയും വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്വാസത്തിലും വേർപ്പിലൂടെ നഷ്ടപ്പെടുന്ന നമ്മളറിയാതെ പോകുന്ന ഒരു ഇൻസെൻസിബിൾ ലോസിനുള്ള അലവൻസ് കൂടെ കൊടുത്ത് ഒരു 3 ലിറ്റർ 3000 cc വെള്ളം കുടിക്കുക, അതായത് 200 ml 15 ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. വെള്ളമല്ല, ഫ്ലൂയിഡ്. വെള്ളം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച ദ്രാവക വർഗത്തിലുള്ള എല്ലാം കൂടെ, കാപ്പി, ചായ, മോര്, എല്ലാം, വാട്ട് എവർ ക്യാൻ ബി മെഷേർഡ്. ഓഫ് കോഴ്സ് ദർ ആർ സോ മെനി അൺമെഷേർഡ് ലിക്വിഡ് കണ്ടെയ്നിങ് ഐറ്റംസ് ഓൾസോ വിച്ച് ആർ നോട്ട് കൺസിഡറിങ് ദാറ്റ്.
ഈ വെള്ളം കൂടി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അവർക്ക് യൂറിക് ആസിഡ് കൂടാൻ സാധ്യതയുണ്ടോ? അവർക്ക് അത്രയും കൂടാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് യൂറിക് ആസിഡ് കൂടുതലായിട്ട് മൂത്രത്തിൽ പോകുന്നവർക്ക്, യൂറിക് ആസിഡിൻ്റെ കല്ലുള്ളവർക്കൊക്കെ ഈ പറഞ്ഞ ഒരു 3 liters ഓഫ് യൂറിൻ ഫ്ലോ എപ്പാർട്ട് ഫ്രം ദി അതർ മെഡിക്കേഷൻസ് നീഡഡ് ആണ്. ഇപ്പം വെള്ളം കൂടി റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് കൂടുതലും മൂത്രം പോകാതെ കിഡ്നി പരാജയമുള്ളവർക്കായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂറിക് ആസിഡിൻ്റെ ലെവൽ ബ്ലഡിലോ യൂറിൻ്റെ അകത്തോ കൂടുതലുണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ കഴിച്ച്, ചില മരുന്നുകൾ കഴിച്ചാൽ യൂറിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാം, അതിൻ്റെ എക്സ്ക്രീഷൻ കൂട്ടാം. ഇങ്ങനെയൊക്കെയുള്ള പല മോഡിഫിക്കേഷൻസ് ഉണ്ട്. ഈ യൂറിക് ആസിഡ് കൂടുതലായി എന്നുള്ളതിൻ്റെ ഒരു പ്രാഥമിക ലക്ഷണം എന്തായിരിക്കും? ടെസ്റ്റ് ചെയ്ത് തന്നെ നോക്കണം. യൂറിക് ആസിഡ് കൂടിയാൽ നമുക്ക് അതിനുള്ള ലക്ഷണങ്ങളൊന്നുമില്ല, സിംറ്റംസ് ഒന്നുമില്ല. അൺലെസ് യു ലുക്ക് ഫോർ ദ ലെവൽ യു മേ നോട്ട് സീ. ഒരു പരിധി കഴിയുമ്പോൾ എല്ലാവർക്കും, ഇപ്പോൾ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 7 milligrams വരെയാണ്. ഒരു 7 കഴിയുമ്പോൾ നമുക്ക് ബ്ലഡിൻ്റെ ലെവൽ കൂടുന്ന എല്ലാവർക്കും ഈ ജോയിൻറ്റ് പെയിൻസ് വരണമെന്നില്ല, യൂറിക് ആസിഡ് മൂത്രത്തിൽ കൂടണമെന്നില്ല. അപ്പോൾ നമ്മൾ നോക്കുന്നത് എപ്പോഴാണ്, നേരെ തിരിച്ച് ചോദിക്കുക, എപ്പോഴാണ് നമ്മൾ യൂറിക് ആസിഡിൻ്റെ അളവ് നോക്കേണ്ടത്, അതിൻ്റെ പ്രസക്തി നോക്കേണ്ടത്? ഒന്ന്, ജോയിൻറ്റ് പെയിൻ. എനി ജോയിൻറ്റ് പെയിൻ, പ്രത്യേകിച്ച് നമ്മുടെ തള്ള ബിഗ് ടോയുടെ ജോയിൻ്റ് റൂട്ടിലുള്ള മെറ്റാകാർപ്പോ ഫലാഞ്ചിയൽ ജോയിൻറ്റ്, അതായത് ബിഗ് ടോയുടെ കാലിലെ ബിഗ് ടോയുടെ ഈ ജോയിൻറ്റ് മെറ്റാകാർപ്പോ ഫലാഞ്ചിയൽ ജോയിൻ്റ് ഉണ്ട്. മെറ്റാകാർപ്പോ ആ ജോയിൻ്റ് വരുമ്പോഴത്തേക്കും അവിടുത്തെ വീക്കമാണ് പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ വരുന്ന കണ്ണങ്കാലിനുള്ള വേദന, ആങ്കിൾ ജോയിൻറ്റ്, പിന്നെ നീ ജോയിൻറ്റ്. അപൂർവമായിട്ട് നമ്മുടെ കൈകളിലെ ജോയിൻസിനും ബാക്ക് പെയിനും ഒക്കെ ഇത് യൂറിക് ആസിഡ് മുഖേന വരുന്നുണ്ട്. മരുന്നുകൾ അതിൻ്റെ കഴിക്കുമ്പോൾ ഈ വേദന മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ യൂറിക് ആസിഡ് ആയിരുന്നു ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് അറിയാം. ചില സമയങ്ങളിൽ യൂറിക് ആസിഡും മറ്റേ സാധാരണ കണ്ടുവരുന്ന അസ്ഥികളിലെ തേയ്മാനവുമായിട്ടുള്ള മുട്ടുകളിലെ വേദനകൾ വരാറുണ്ട്. സാധാരണ ഒരു 50 വയസ്സ് കഴിയുമ്പോൾ വരുന്ന മുട്ടുകളിലെ വേദനയ്ക്ക് വരുന്ന ഒരു കോമൺ കോസ് എന്താണ്? ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. അത് തേയ്മാനം വരുന്നതാണ്. അതുകൊണ്ട് വേദനകൾ വരാം. അതിൻ്റെ കൂടെ യൂറിക് ആസിഡൂടെ വരുമ്പോൾ അത് നമ്മൾ കാണുന്ന വേദനയായിട്ടാണ്. ഇറ്റ് ഈസ് A+B. A ഈസ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, B ഈസ് യൂറിക് ആസിഡ്. B ഈസ് ട്രീറ്റബിൾ, A ഈസ് നോട്ട് ട്രീറ്റബിൾ. സോ ഇതിനെല്ലാം ക്ലിനിക്കൽ ജുഡീഷ്യലായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇതിന് വേണ്ടിയത്. അപ്പോൾ ഒന്ന്, ജോയിൻറ്റ് പെയിൻ. 2, വൃക്ക സംബന്ധമായിട്ട് മൂത്രത്തിൽ RBC കാണുക. രക്തകോശങ്ങൾ എല്ലാവർക്കും ഉണ്ട്, 4 വരെ ഉണ്ട്. 4 രക്തകോശങ്ങൾ പെർ ഹൈപ്പോഫീൽ നോർമലാണ്. കൂടുതലായിട്ട് RBC വന്നു, മൂത്രത്തിലെ കിഡ്നി സ്റ്റോൺസ് വരുന്നു, മൂത്രത്തിലോ മൂത്രത്തിൻ്റെ വഴിയിലോ ബ്ലാഡറിലോ എവിടെ വന്നാലും KUB, കിഡ്നി യൂറിറ്റർ ബ്ലാഡർ, ഇതിനകത്ത് ഒരു സ്റ്റോൺ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് തരം കല്ലാണെന്ന് നോക്കണം. യൂറിക് ആസിഡ് കല്ലുകൾ പൊതുവെ എക്സ്റേയിൽ കാണാത്ത, കട്ടി കുറഞ്ഞ, സ്കാനിൽ മാത്രം കാണുന്ന കല്ലുകളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ യൂറിക് ആസിഡിൻ്റെ അളവ് മൂത്രത്തിൽ നോക്കണം. ഒരു ദിവസത്തെ രാവിലെ സെക്കൻഡ് സാമ്പിൾ തൊട്ട് പിറ്റേ ദിവസത്തെ ഫസ്റ്റ് സാമ്പിൾ വരെയുള്ള 24 hours യൂറിൻ എടുത്ത് നോക്കിയാൽ അതിൻ്റെ അളവ് എത്ര ഉണ്ടെന്നറിയാം, എത്ര സൊല്യൂട്ട് പോകുന്നുണ്ടെന്നുള്ള അറിയാം. അങ്ങനെ കൂടുതലായിട്ട് യൂറിക് ആസിഡ് പോകുന്നവർക്ക് ബ്ലഡിൽ കണ്ടേക്കാം, ബ്ലഡിൽ കാണാതിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 കാറ്റഗറീസ് ഉണ്ട്. മൂത്രത്തിൽ മാത്രം പോകുന്നവരുണ്ട്, ഹൈപ്പർ യൂറിക്കോസൂറിക്. ബ്ലഡിൽ മാത്രം ഉള്ളവർ, നമുക്ക് ഈ കിഡ്നിയുമായിട്ട് ബന്ധമില്ല, കോമ്പിനേഷൻ ഉള്ളവർക്കും അതിൻ്റെ അകത്ത് വരാം. ഇതൊക്കെയാണ് ഇങ്ങനെയുള്ളവർക്കാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ക്രിയാറ്റിൻ കൂടുന്നു, വേറെ വ്യക്തമായ കാരണങ്ങളൊന്നും കാണുന്നില്ല. അപ്പം ബ്ലഡിലെ യൂറിക് ആസിഡ് കൂടുതലുണ്ടോ, കിഡ്നിയിൽ യൂറിക് ആസിഡ് നെഫ്രോപ്പതി വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇപ്പോൾ നമ്മൾ യൂറിക് ആസിഡ് കൂടുതലുണ്ട്, യൂറിക് ആസിഡിൻ്റെ സ്റ്റോണിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ യൂറിക് ആസിഡ് സ്റ്റോണിൻ്റെ ചികിത്സാ സാധ്യതകൾ എന്താണ്? എല്ലാ സ്റ്റോൺസും സർജിക്കലി അപ്രോച്ച് ചെയ്യേണ്ട കാര്യമില്ല. ദർ ഈസ് എ മെഡിക്കൽ മാനേജ്മെൻറ്റ് ഫോർ സ്റ്റോൺസ്. അതിൽ മെഡിക്കലി മാനേജ് ചെയ്യാവുന്ന ഒരു മെയിൻ സ്റ്റോണാണ് യൂറിക് ആസിഡ് സ്റ്റോൺ. അപ്പോൾ യൂറിക് ആസിഡ് സ്റ്റോൺ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അൾട്രാസൗണ്ട് സ്കാനാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായ പ്രാഥമികമായിട്ടുള്ള ടെസ്റ്റുകൾ. അപ്പോൾ അൾട്രാസൗണ്ടിൽ കല്ല് കണ്ടാൽ അത് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു വയറിൻ്റെ KUB, കിഡ്നി യൂറിറ്റർ ബ്ലാഡറിൻ്റെ ഒരു എക്സ്റേ എടുക്കും. മലം പോകാനുള്ള മരുന്ന് കഴിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ ഗ്യാസൊക്കെ കുറച്ച് ഒരു വയറിൻ്റെ എക്സ്റേ എടുത്താൽ അതിൻ്റെ അകത്ത് എക്സ്റേയിൽ കാണുന്ന കല്ലാണോ അല്ലയോ എന്ന് നോക്കും. റേഡിയോ ലൂസൻ്റ് ആണോ അതോ റേഡിയോ ഒപ്പേക്ക് ആണോ? യൂറിക് ആസിഡ് സ്റ്റോൺ റേഡിയോ ലൂസൻ്റ് ആയിരിക്കും.
റേഡിയോ ഓപ്പേക് സ്റ്റോൺസിൻ്റെ അകത്തെ ഒരു ഭാഗമായിട്ട് വന്നേക്കാം. സ്റ്റോൺ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ മിക്സ്ഡ് സ്റ്റോണായിട്ട് വരും. ഇൻ ജനറൽ യൂറിക് ആസിഡ് സ്റ്റോൺ ഈസ് റേഡിയോ ലൂസൻ. എക്സ്റേക്കകത്ത് നിശാൻ കാണത്തില്ല. പിന്നെ 24 hours യൂറിൻ ടെസ്റ്റ് ചെയ്യുക, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. അപ്പം ബ്ലഡ് നോർമലോ ഹൈയോ ആയിരിക്കാം, പക്ഷേ യൂറിൻ്റെ അകത്തെ വാല്യൂസാണ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ചെയ്യാവുന്ന ട്രീറ്റ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റാണ്. ഒന്ന്, അപ്പാർട്ട് ഫ്രം 3 liters ഓഫ് ഫ്ലൂയിഡ് ഇൻടേക്ക്, ഈ മൂത്രത്തിൻ്റെ ആസിഡിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് സംഗതി. നമ്മൾ ഫിസിയോളജിക്ക് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ കെമിസ്ട്രിയിലുള്ള ഫിസിക്സ് പഠിച്ചേക്കുന്നതും ചൂടാക്കിയാൽ അത് അതിനകത്ത് അലിഞ്ഞു പോകും. ഇൻ ദാറ്റ് സൊല്യൂഷൻ അറ്റ് ദാറ്റ് ടെമ്പറേച്ചർ, ഫിസിക്കൽ മാനിപ്പുലേഷൻ. നമുക്ക് മൂത്രത്തിലും ബോഡിയിലും ടെമ്പറേച്ചർ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ pH എന്ന് പറയുന്നതാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. യൂറിക് ആസിഡ് എപ്പോഴും ആസിഡിക് യൂറിൻ്റെ അകത്താണ് പ്രസിപ്പിറ്റേറ്റഡ് ആവുന്നത്, വളരുന്നത്. അപ്പോൾ അതിൻ്റെ ചികിത്സ എന്താ? ആൽക്കലൈസ് ചെയ്യുക. ആൽക്കലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇത് യൂറിക് ആസിഡ് ആ ആൽക്കലൈൻ സൊല്യൂഷൻ്റെ അകത്ത് അറ്റ് ദാറ്റ് pH അലിഞ്ഞു പോകും. ഓക്കെ. അപ്പോൾ കല്ല് വരാതിരിക്കാം, കല്ല് വളരാതിരിക്കാം, ഉള്ള കല്ല് അലിഞ്ഞു പോവാം. സോ ഫണ്ടമെൻ്റൽ ട്രീറ്റ്മെൻറ്റ് ഈസ്, apart from 3 liters of urine flow, alkalize the urine. How do we alkalize the urine? സോഡ ബൈകാർബ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ഒരു മരുന്നല്ല, ശരിക്കും പറഞ്ഞാൽ കേക്ക് ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പൗഡറാണ്. അത് ഗുളിയായിട്ട് കിട്ടും, പൗഡറായിട്ട് കിട്ടും, ഫോയിൽ ചെയ്തിപ്പം നല്ല ഭംഗിയിലൊക്കെ ആളുകൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം സോഡ ബൈകാർബ് കഴിച്ച് യൂറിൻ്റെ pH ആൽക്കലൈനായിട്ട് വയ്ക്കുക. അപ്പോൾ ഈ ആൽക്കലൈൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു പോയിൻ്റ് കൂടെ ഉണ്ട്. നമ്മുടെ വെള്ളത്തിൻ്റെ pH എന്ന് പറയുന്നത് 7 ആണ്. Red litmus becomes blue and blue litmus becomes red at 7, below and above. അതെ. യൂറിൻ്റെ pH എന്ന് പറയുമ്പോൾ 5.7 ആണ്. അപ്പം ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കുമ്പോൾ റെഡും ബ്ലൂവും പോരാ, പല കളറിലുള്ള ഉപയോഗിച്ച് നമുക്ക് 5.7 എക്സാക്റ്റ് അറിയണമെങ്കിൽ pH മീറ്റർ വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താ, 4 to 11 വരെ നോക്കുന്ന pH പേപ്പർ, കളറുള്ള pH പേപ്പർ എടുത്തിട്ട് ഒരു 6 ലെവലിൽ നിർത്തും. അപ്പോൾ 6 മേളിലാവുന്ന കളറാണ് നമ്മൾ വേണ്ടിയത്. അല്ലെങ്കിൽ യൂറിൻ കൊണ്ടുപോയി ലബോറട്ടറി കൊണ്ടുപോയി pH മീറ്റർ വെച്ച് പരിശോധിച്ച് എക്സാക്റ്റ് ആയിട്ട് അറിയാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പരിപാടി. മൂന്നാമത്തെ പരിപാടി എന്താ, യൂറിക് ആസിഡിൻ്റെ പ്രൊഡക്ഷനെ ഞാൻ കുറയ്ക്കുക. അപ്പം ഫിൽട്രേഷൻ കുറയും, യൂറിൻ്റെ അകത്ത് വരുന്ന യൂറിക് ആസിഡ് കുറയും. അതിനുള്ള പല മരുന്നുകളുണ്ട്. അതിൽ ഏറ്റവും പ്രചാരത്തിൽ ഉണ്ടായിരുന്ന മരുന്നാണ് അല്ലോപെർനോൾ. അല്ലോപെർനോൾ എന്ന് പറയുന്നൊരു മരുന്നാണ്. വളരെ വർഷങ്ങളായിട്ടുള്ളതാണ്, ഒരു 30 years ആയിട്ടുള്ളതാണ്. നിർഭാഗ്യകരമായിട്ട് ഈ അല്ലോപെർനോളിന് പെൻസിലിൻ അലർജി പോലെ ചിലർക്ക് അലർജി വന്നാൽ സിവിയർ അലർജി വരും. തൊലി തന്നെ അങ്ങ് ഊരിപ്പോകുന്ന ടോക്സിക് എപ്പിഡെർമോ നെക്രോ ലൈസിസ് എന്ന് പറയുന്ന, സ്റ്റീവൻ ജോൺസൺ എന്നൊക്കെ പറയുന്ന ഓരോ പേരുകൾ കൊടുത്തേക്കുന്നതാണ്. അത് തൊലി വരെ അങ്ങ് പോകുന്ന തരത്തിലുള്ള അലർജിക് റിയാക്ഷൻ ചിലർക്ക് വരും. മേ ബി ഒരു 2% 3% അപ്പോൾ ഈ മരുന്ന് കഴിക്കാത്തൊരാൾക്ക് ഇത് കൊടുക്കുമ്പോൾ ആർക്ക് വരും എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. പണ്ട് പലർക്കും വന്നിട്ടുണ്ട്, ചികിത്സിച്ചിട്ടുണ്ട്, ഒത്തിരി പേര് രക്ഷപ്പെട്ടു പോയി, കുറച്ച് പേര് ഇതിന് ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പുതിയതായിട്ടൊരു മരുന്ന് ഇറങ്ങിയിട്ടുണ്ട്, കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് വിപണിയിലുണ്ട്, ഫെബുക്സോസ്റ്റാറ്റ്. പല കമ്പനികൾ ഇറക്കുന്നുണ്ട്. ഇതാകുമ്പം കുറച്ചുകൂടെ സേഫറാണ്, ഇതുപോലുള്ള റിയാക്ഷൻസ് ഇല്ല. എങ്കിലും ദേഹത്ത് തടിച്ചിൽ ചൊറിച്ചിലൊക്കെ ഒരു 5% ആൾക്കാർക്ക് വരാം. അപ്പോൾ ഇപ്പം കൂടുതലും പ്രചാരത്തിലുള്ളത് ഫെബുക്സോസ്റ്റാറ്റാണ്. ഈ അല്ലോപെർനോൾ ഓൾറെഡി അലർജിക് ആണ്, അല്ലെങ്കിൽ അങ്ങനെ റിയാക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് അവർക്ക് ഫെബുക്സോസ്റ്റാറ്റ് ഡോക്ടർ പറഞ്ഞു. അതിനും അലർജിക്കോ അല്ലെങ്കിൽ റിയാക്ഷൻസോ ഉള്ളവരെന്ത് ചെയ്യും? അതിന് അലർജി ഉള്ളവർക്ക് ഈ സോഡ ബൈകാർബും വെള്ളം കുടിയും ഡയറ്റ് കൺട്രോളും മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ യൂറിക് ആസിഡിന്റെ വേറൊരു കോംപ്ലിക്കേഷൻ ആണല്ലോ ഗൗട്ട് എന്ന് പറയുന്ന, ആർത്രൈറ്റിസ് എന്ന് പറയുന്ന സാധനം. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാലോ? ഈ യൂറിക് ആസിഡ് ജോയിൻറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് അതികഠിനമായ വേദന, ചുമപ്പ്, വീക്കം, ഇതെല്ലാം സൈൻസ് ഓഫ് ഇൻഫ്ലമേഷനാണ്. ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ബിഗ് ടോയുടെ ജോയിൻറ്റിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ കണ്ണങ്കാല്, പിന്നെ മുട്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ആ ഡിസെൻഡിങ് ഓർഡറിലാണ് അത് പോകുന്നത്. ഓക്കെ. അക്യൂട്ട് ഇൻഫ്ലമേഷൻ, ഇതൊരു മുട്ടിൻ്റെ വേദനയൊക്കെ എന്ന് പറയുന്നത് ഷേക്സ്പിയറിന് ഒരു രാജകീയമായ അസുഖമായിട്ടാണ് കാണിച്ചത്, കിങ്ലി ഡിസീസ്. കാരണം ഒത്തിരി ഇറച്ചിയും റെഡ് വൈനും ഒക്കെ അടിക്കുന്ന രാജാവ്. ഷേക്സ്പിയറിൻ്റെ ഒരു പടം തന്നെ അങ്ങനെയാണ്, ഇടത്തെ കയ്യിൽ ഒരു കോഴിയുടെ കാലും മറ്റേ കയ്യിൽ റെഡ് വൈനും മുട്ടയിലൊരു വലിയ ബാൻഡേജും ഒക്കെ കെട്ടിയിരിക്കുന്ന ഒരു പടമാണ്. നമുക്കൊക്കെ 3rd ഇയറിൽ മെഡിസിൻ പഠിക്കുമ്പം നമ്മുടെ സർജറി ബുക്കിൻ്റെ അകത്തൊക്കെ ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നതിനെ പറ്റി ഒരു രാജകീയമായ അസുഖമായിട്ടാണ് കാണുന്നത്.
അപ്പോൾ ഇതിനുള്ള ചികിത്സ എന്ന് പറയുന്നത് യൂറിക് ആസിഡിനെ പെട്ടെന്ന് കുറയ്ക്കുക എന്നുള്ളതല്ല, ഈ ജോയിൻറ്റിലുള്ള യൂറിക് ആസിഡിനെ നിർവീര്യമാക്കുക, ജോയിൻറ്റിൻ്റെ ഇൻഫ്ലമേഷൻ മാറ്റുക എന്നുള്ളതാണ്. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഈ അലോപെർനോളോ ഫെബോക്സോസ്റ്റാറ്റോ അല്ല, അതൊരു പ്രിവെൻറ്റീവ് സ്റ്റെപ്സാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഗൗട്ടി ആർത്രൈറ്റിസ് സബ്സൈഡ് ചെയ്തതിന് ശേഷം കൊടുക്കേണ്ട ഒരു മരുന്നാണ്. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് കോൾച്ചിസിൻ, ഗൗട്ട് നിൽ എന്നൊക്കെ പറയുന്ന പല കമ്പനിക്കാർ ഇറക്കുന്നുണ്ട്. കോൾച്ചിസിൻ എന്ന് പറയുന്ന മരുന്നാണ്. അതിന് വലിയ വിലയൊന്നുമില്ല, 25 രൂപയാവത്തുള്ള 5 ഗുളികയ്ക്ക്. അത് കഴിച്ചാൽ ഐസ് മെൽറ്റ് ചെയ്യുന്ന പോലെയാണ് യൂറിക് ആസിഡ് ഗൗട്ടി ആർത്രൈറ്റിസ് മാറിപ്പോകും. ഡോക്ടർ, നമ്മൾ ഗൗട്ടി ആർത്രൈറ്റിസിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയായിരുന്നു. ഗൗട്ട് നിൽ എന്ന് പറയുന്ന മരുന്നിനെ കുറിച്ച് പറയുകയായിരുന്നു. യെസ്, കോൾച്ചിസിൻ. ഈ കോൾച്ചിസിൻ വളരെ ഇഫക്റ്റീവാണ്, സൈഡ് ഇഫക്റ്റ് വളരെ കുറവാണ്. അപ്പം ഈവൻ തെറാപ്യൂട്ടിക് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ ജോയിൻറ്റ് പെയിൻ എന്തുകൊണ്ടാണെന്ന് നമുക്കറിയത്തില്ല. ഈ പറയുന്ന പോലെ കോമ്പിനേഷൻ ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആൻഡ് ഗൗട്ടി ആർത്രൈറ്റിസ് ഇൻ എ നീ ജോയിൻറ്റ്. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു തെറാപ്യൂട്ടിക് ട്രയലായിട്ടൊരു 5 days ഓഫ് കോൾച്ചിസിൻ കഴിച്ചാൽ വേദന എത്രയും കുറയുന്നു അത്രയും ഈസ് ആട്രിബ്യൂട്ടബിൾ ടു യൂറിക് ആസിഡ്. And therefore that is a treatable condition, and the patient should not be denied that opportunity of being treated with gout. ഈ ഗൗട്ട് നിൽ പോലത്തെ ഇപ്പോൾ കോൾച്ചിസിൻ പോലത്തെ മരുന്നുകൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു വേദന വരുമ്പം കഴിക്കാമെന്ന് പറഞ്ഞു. അതല്ലാതെ ഇപ്പോൾ അലോപെർനോളോ അല്ലെങ്കിൽ ഫെബോക്സോസ്റ്റാറ്റോ ഒക്കെ കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇതൊരു തെറാപ്യൂട്ടിക് ആയിട്ട് കഴിക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? യെസ്, ഇത് നമുക്ക് മെഡിസിനിൽ എപ്പോഴും തെറാപ്യൂട്ടിക് ഏജൻറ്റ്സ് പ്രൊഫൈലാക്റ്റിക് ആയിട്ടും വരുന്നുണ്ട്. മലേറിയയ്ക്കുണ്ട്, ലെപ്റ്റോസ്പൈറോസിന്, എലിപ്പനിക്ക് വരാനായിട്ട് ചികിത്സിക്കുന്ന മരുന്നുകളാണ്. ആഴ്ച 2 ഗുളിക വരാതിരിക്കാൻ, ഈ എൻഡമിക് ഏരിയയിൽ, ഇങ്ങനെ പല കണ്ടീഷൻസിലും മെഡിസിൻ്റെ അകത്ത് തെറാപ്യൂട്ടിക് ഡ്രഗ് ഈസ് പുട്ട് ഇൻ ടു യൂസ് ഫോർ എ പ്രൊഫൈലാക്റ്റിക് ഓൾസോ. അപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ അലോപെർനോളിനോട് അലർജിയാണ്, ഒരാൾക്ക് ഫെബോക്സോസ്റ്റാറ്റിനോട് അലർജിയാണ്, അദ്ദേഹത്തിൻ്റെ ഗൗട്ടി ആർത്രൈറ്റിസ് ആണ്, ഗൗട്ടിൽ അല്ലെങ്കിൽ കോൾച്ചിസിൻ കഴിച്ചാൽ വേദന മാറുന്നു എന്നുള്ളൊരാൾക്ക് വേദന വരാതിരിക്കാനായിട്ട് നമുക്ക് അടിക്കടി ഗൗട്ടി ആർത്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻകപ്പാസിറ്റേറ്റഡ് ആയി പോകുന്നു. അങ്ങനെ വരുന്നവർക്ക് പ്രൊഫൈലൈറ്റിക് ആയിട്ട് ഇത് വരാതിരിക്കാനായിട്ട് കോൾച്ചിസിൻ ഒരു മെഡിക്കൽ മോണിറ്ററിങ്ങോട് കൂടി കഴിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. അതിൻ്റെ അകത്തൊരു റോളുണ്ട്. ഒന്ന്, അറ്റാക്ക് വരുമ്പം ചികിത്സിക്കുക. അടിക്കടി 1 മാസം 2-3 പ്രാവശ്യം വരികയാണെങ്കിൽ ഒരു ഗുളിക വൈകിട്ട് 1-2 ദിവസം, ആഴ്ച 2 ദിവസം ഇങ്ങനെ കഴിച്ച് ഇൻ സച്ച് എ മാനർ ദാറ്റ് ദി ഗൗട്ടി ആർത്രൈറ്റിസ് ഈസ് ഇൻ ചെക്ക്. ഈ ആഹാര കാര്യത്തിൽ ഡോക്ടർ മാംസാഹാരമാണ് മെയിനായിട്ടും പറഞ്ഞത്. മാംസാഹാരം അല്ലാതെ വേറെ എന്തെങ്കിലും സോഴ്സ് ഉണ്ടോ? യെസ്, ഈ സീ ഫുഡ്, ലോബ്സ്റ്റർ, ക്രാബ്, അങ്ങനെയുള്ള സീ ഫുഡ്, റെഡ് മീറ്റ്, പ്രത്യേകിച്ച് പോത്ത്, ബീഫ്, ഇങ്ങനെയുള്ള സംഗതികൾ, ഓർഗൻ മീറ്റ്, ലിവർ ഫ്രൈ, ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ അകത്ത് ഒത്തിരി ഉണ്ട്. ആൻഡ് റെഡ് വൈൻ ഓൾസോ ഈസ് സപ്പോസ് ടു ഇൻക്രീസ് ദി യൂറിക് ആസിഡ് ഗൗട്ടി അറ്റാക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതിക്കകത്തൊക്കെ യൂറിക് ആസിഡ് കൂടുതലാണ്. വെജിറ്റേറിയൻ ആൾക്കാർക്കും ഗൗട്ടി ആർത്രൈറ്റിസ് വരുന്നുണ്ട്. അപ്പം മീറ്റ് എന്ന് പറയുന്നത്, അല്ലെ റെഡ് മീറ്റ് ഈ പറയുന്നത് ഈസ് വൺ ഓഫ് ദി ഡയറ്ററി കോൺട്രിബ്യൂഷൻ. There is a genetic contribution also that how much is the uric acid retained. So there are so many vegetarians അവർ ഗൗട്ടി അറ്റാക്ക് ആയിട്ടും യൂറിക് ആസിഡ് സ്റ്റോൺസ് ആയിട്ടൊക്കെ വന്ന് ചികിത്സ കൊണ്ട് ബെനിഫിറ്റ് ആയിട്ടുള്ളവരുണ്ട്. അപ്പം നമുക്ക് കൺട്രോളബിൾ ആയിട്ടുള്ള സംഗതി എന്താണ്? ഡയറ്റ്. അത് കൺട്രോൾ ചെയ്യണം. ഇനി ഡയറ്റ് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്തിട്ടും ഗൗട്ടി അറ്റാക്ക് വന്നാൽ എന്ത് ചെയ്യും? അതിനുള്ള ചികിത്സിക്കുക. ഈ യൂറിക് ആസിഡ് കൂടുതൽ നിൽക്കുന്നവർക്ക് കിഡ്നി ഫെയിലിയർ വരാനുള്ള സാധ്യതകളുണ്ടോ? അത് എല്ലാവർക്കും അങ്ങനെ വരേണ്ട കാര്യമുണ്ടോ? എല്ലാവർക്കും വരത്തില്ല. അൾട്ടിമേറ്റ്ലി യൂറിക് ആസിഡ് എത്രമാത്രം കിഡ്നിയിൽ പ്രിസിപ്പിറ്റേറ്റഡ് ആവുന്നു, അവിടെ എത്രമാത്രം വീക്കം വരുന്നു, അവിടെ എത്രമാത്രം ക്രിസ്റ്റൽസ് ഉണ്ടാക്കുന്നു, എത്രമാത്രം സ്റ്റോൺസ് ഉണ്ടാവുന്നു, എത്രമാത്രം സ്റ്റോൺസ് ഒബ്സ്ട്രക്റ്റഡ് ആവുന്നു, എത്രമാത്രം സ്റ്റോൺസ് ഒബ്സ്ട്രക്റ്റഡ് വിത്ത് യൂറിനറി ഇൻഫെക്ഷൻ ആൻഡ് ദാറ്റ് ഇൻഫെക്ഷൻ ഈസ് ബാക്ക് ഫയറിങ് ഓൺ ദി കിഡ്നി. ഇങ്ങനെയുള്ള പല സംഗതികളെ പറ്റിയിരിക്കും. യൂറിക് ആസിഡ് ഓൾസോ ഹൈ ആയിട്ടുള്ളവർക്ക് പ്രഷർ കൂടുതലായിട്ട് കാണുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ യൂറിക് ആസിഡ് ഹാസ് എ ബിഗ് റോൾ ടു പ്ലേ. ആൻഡ് ഇപ്പം മോസ്റ്റ് ഓഫ് ദി എക്സിക്യൂട്ടീവ് ചെക്കപ്പിൻ്റെ അത് യൂറിക് ആസിഡ് ഒരു ഘടകമാണ് നോക്കുന്നത്, അല്ലെങ്കിൽ അത് നോക്കണം വർഷത്തിലൊരിക്കൽ 40 വയസ്സിന് മേളിലുള്ളവർ. അപ്പം കമ്മിങ് ബാക്ക് ടു ദ കിഡ്നി, യൂറിക് ആസിഡ് കിഡ്നിയിൽ ഫിൽട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രസിപ്പിറ്റേറ്റ് ചെയ്താൽ ഫിൽറ്റേഴ്സിന് വീക്കം വരാം. ഓക്കെ, അതിന് യൂറിക് ആസിഡ് നെഫ്രോപ്പതി എന്ന് പറയും. അമിതമായിട്ട് പ്രോട്ടീൻ ലീക്ക് ഇല്ലാതെ ക്രിയാറ്റിൻ കൂടി നിൽക്കുന്ന ഒരവസ്ഥയ്ക്കാണ് ഈ യൂറിക് ആസിഡ് നെഫ്രോപ്പതി ചിന്തിക്കുന്നത്.
ഓക്കെ. ഈ യൂറിക് ആസിഡ് നെഫ്രോപ്പതി എന്ന് പറയുന്നത് നോർമൽ നമ്മുടെ യൂഷ്വൽ CKD പോലെ തന്നെയാണോ ചികിത്സിക്കുന്നത്? അതെ, അങ്ങനെ വരുമ്പോൾ CKDയുടെ ഡയറ്റ് ഉണ്ട്. ഒരു കിഡ്നി ബയോപ്സി ചെയ്ത് അത് എന്ത് തരം അസുഖം നോക്കുമ്പോൾ യൂഷ്വലി ഇറ്റ് വിൽ ബി എ നോൺ സ്പെസിഫിക് ട്യൂബുലോ ഇൻഡസ്ട്രീഷ്യൽ നെഫ്രൈറ്റിസ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത് യൂറിക് ആസിഡ് കുറച്ച് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും പഴയതുപോലെ ആകുന്നൊരു സിറ്റുവേഷൻ കിഡ്നിയുടെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതിൻ്റെ ചികിത്സ യൂറിക് ആസിഡ് കൺട്രോൾ ചെയ്യുക, സോഡ ബൈകാർബ് എന്ന് പറയുന്ന ഗുളിക കഴിക്കുക, ഗുഡ് യൂറിനേഷൻ. ഈ വെള്ളം കൂടി എന്ന് പറയുന്ന ഞാൻ നേരത്തെ ഡോക്ടർ പറഞ്ഞു 3-3.5 ലിറ്റർ വെള്ളം പറഞ്ഞല്ലോ. ഈ വെള്ളം കൂടി കൺട്രോൾ ചെയ്യുന്നവർക്കാണ് അല്ലെങ്കിൽ വെള്ളം കൂടി കുറയുന്നവർക്കാണോ യൂറിക് ആസിഡ് കൂടുതലായി വരുന്നത്? അങ്ങനെയുണ്ടോ? ഒരു അതില്ല, അങ്ങനെ പറയാം. വെള്ളം കൂടി കുറയ്ക്കുമ്പോൾ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മാത്രമാണ് ഈ ഉള്ളവർക്ക്. യൂറിക് ആസിഡ് കൂടുതലായിട്ട് മൂത്രത്തിലുള്ളവർക്ക്. ഓക്കെ. യൂറിക് ആസിഡ് വേണമെങ്കിൽ ഒരു വൃക്ക പരാജയത്തിലേക്ക് എത്തിക്കാം ശ്രദ്ധിച്ചില്ലെങ്കിൽ. യെസ്, അത് തീർച്ചയായിട്ടും ഉണ്ട്. അതൊരു ഡിറ്റക്റ്റബിൾ ട്രീറ്റബിൾ കണ്ടീഷനാണ്. അത് കൂടുതലും ഒരു പ്രൈമറി ഏജൻ്റ് എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഒരു സപ്പോർട്ടിങ് ഒരു കോ ഫാക്ടറാണ്. കോമോർബിഡ് കണ്ടീഷൻ എന്ന് പറയുന്നില്ല, കോ ഫാക്ടറാണ് ടു പ്രസിപ്പിറ്റേറ്റ് ആൻഡ് വർസൻ ദ ഓൺ ഗോയിങ് തിങ്, ഒരു നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. യൂറിക് ആസിഡ് പെർസെ നെഫ്രോപ്പതിയിലോട്ട് പോകുന്നത് വളരെ റെയറാണ്, കൂടുതലും സ്റ്റോൺസിലൂടെയൊക്കെയാണ്. എങ്കിലും അപൂർവമായിട്ട് നമ്മൾ ഈ ക്രിയാറ്റിൻ 2-3 നോക്കുമ്പോൾ യൂറിക് ആസിഡ് ട്രീറ്റ് ചെയ്യുമ്പം അത് നമുക്ക് ബെനിഫിഷ്യലായിട്ട് കണ്ടുവരും. ഓക്കെ ഡോക്ടർ, ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം അവസാനിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ ഡോക്ടർ ജോർജ് കെ നൈനാൻ, അദ്ദേഹം ലേക്ക് ഷോർ ആൻഡ് PVS ഹോസ്പിറ്റൽസിലെ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ്. യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൂടിയാൽ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടാവാം? യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു വസ്തുവാണ്. അത് നമ്മുടെ ബ്ലഡ് ലെവൽസ് കൂടാം. ബ്ലഡ് ലെവൽസ് കൂടിയാൽ അത് മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകും. മൂത്രത്തിലെ അളവ് കൂടാം. അതിൽ കല്ലുകൾ ഉണ്ടാക്കാം. ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്ന വളരെ വേദനയുള്ള ഒരു തരം നീർക്കെട്ട് ജോയിൻസിലുണ്ടാക്കാം. അങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് യൂറിക് ആസിഡ് കൂടുന്നത്. അപ്പോൾ യൂറിക് ആസിഡ് കൂടിയാൽ അതിന് വളരെയധികം ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു കിഡ്നി ഫെയിലിയർ വേണമെങ്കിലും ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു സാധനമാണ്. അതേസമയം ഏകദേശം 100% തന്നെ പ്രിവെൻറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. doctor.kairalitv.in ആണ് ഞങ്ങളുടെ ഇമെയിൽ ID. പ്രോഗ്രാമിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി എഴുതി അറിയിക്കുക. അടുത്ത ആഴ്ച വീണ്ടും കാണാൻ മറ്റൊരു വിഷയമായിട്ട്. ബൈ.